നമ്മളിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള എന്താ പറയുക ഒരു സംഭവമുണ്ട്. എന്താണ് കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോ ഒരു നാണം വന്നല്ല. അപ്പൊ എല്ലാരും ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഏതോ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കും. രണ്ടുപേർക്കും ടാറ്റ. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്താ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോടേക്ക് മാത്രമല്ല, നമ്മളിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ള എന്താ പറയുക ഒരു സംഭവമുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ മല്ലു ട്രാവലറെ നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ പോവുക. അപ്പം മല്ലു ട്രാവലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ അറിയാം മല്ലു ട്രാവലർ ആരാന്നുള്ളത്. അതായത് യൂട്യൂബിൽ തന്നെ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ RTR 200 വേൾഡ് ടൂർ ചെയ്തിട്ടുള്ള ഒരാളാണ് മല്ലു ട്രാവലർ. അപ്പം നമ്മുടെ മല്ലു ട്രാവലറെ കൂടി നമ്മൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് മല്ലു ട്രാവലറിന് പറയാനുള്ളതെന്ന് നമുക്ക് എന്തായാലും കേൾക്കാം. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമുക്ക് നേരെ പോയേക്കാം. ഓക്കെ. അയ്യോ, അപ്പോൾ പോണേക്ക് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ചാനലൊരു അതിഗംഭീരമായിട്ടൊരു ഗീവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ ഗീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മേളിലൊരു വീഡിയോ വന്നിട്ടില്ലേ, ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ കാണാത്തവർ കാണാം. ഗീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫോണാണ് ഞാൻ ഗീവ് ആയിട്ട് നൽകുന്നത്. അപ്പോൾ ആ ഫോണ് എങ്ങനെ മേടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫോൺ സ്വന്തമാക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോകാം. പോകാം. ഹലോ മച്ചാമാരെ, അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കണെന്ന് ചോദിച്ചാൽ എവിടെയാണ് എത്തിയേക്കണത്? പൊന്നാനിയിലാണ് നമ്മൾ എത്തിയേക്കണത്. വീഡിയോ ഒക്കെ കുറച്ച് ഷോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളിപ്പോ പൊന്നാനി എത്തിയേക്കെ. ഇനി നേരെ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് നേരെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കോഴിക്കോടൊക്കെയാണ് നമ്മൾ പോകുന്നത്. സച്ചിരിക്കണ് എന്താണ് കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോ ഒരു നാണം വന്നല്ല. അലിവ തിന്നാനാണെന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. കോഴിക്കോട് അലിവയുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പം കഴിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയേക്കുക. അപ്പം ഇനി നിങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ നമ്മളിത് ഇവിടെ വണ്ടിയൊക്കെ ഇട്ട് നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ബാക്കിൽ കണ്ടോ, ഏതോ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ സച്ചിൻ ബ്രോ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാം. അപ്പം നമ്മളിത് കോഴിക്കോടുള്ള മൈതാനം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. കോഴിക്കോട് മൈതാനത്തിലൂടെ വിലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ സച്ചിനുണ്ട്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഇതൊന്നും ഓപ്പൺ അല്ല, ഫുൾ ക്ലോസ്ഡാണ്. കൊറോണ കാരണം ഒന്നും ഓപ്പൺ അല്ല. അപ്പം ഞങ്ങളിവിടെ ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഓർത്ത് മല്ലു ട്രാവലർ. അപ്പോൾ പുള്ളീനെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ മച്ചാൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അല്ലേടാ, മച്ചാൻ്റെ പുതിയ വണ്ടിയൊക്കെ ഒന്ന് കാണണ്ടേ എല്ലാവർക്കും. അപ്പോൾ പുതിയ വണ്ടിയൊക്കെ കാണണം. അപ്പം നമ്മളെക്കുറിച്ച് എന്താണ് മല്ലു മച്ചാൻ പറയാനുള്ളത് എന്നുള്ളൊരു ഉപദേശം കൂടി നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കാണാം. മച്ചാമാരെ, അപ്പോൾ നമ്മളിത് ഇവിടെ മിഠായി തെരുവിലാണ് നിൽക്കണത്. എന്താ പറയുക, പണ്ടത്തെ ഒരു ഓളവും സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല.
എല്ലാ ആൾക്കാരും തെരുവ് സത്യം പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നു വേണം പറയണം അല്ലേ സച്ചിനെ? ഇങ്ങോടെ മോനെ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു നല്ല തിരക്കും കാര്യങ്ങളും ഇപ്പോൾ ഒട്ടും തിരക്കില്ല, ഒന്നുമില്ല. നേരത്തെ ഐസ്ക്രീം വണ്ടികൾ ഒന്നും ഇവിടെ കാണാനില്ല, മൊത്തം ശൂന്യത. കച്ചവടക്കാരെ ശരിക്കും ബാധിച്ചേക്കാണ്. അതെ, A few minutes later. അപ്പൊ നമ്മള് കോഴിക്കോട് ബീച്ചിലാണുള്ളത്. അപ്പൊ എല്ലാരും ഒരു ഹായ് കൊടുത്തേ. ഒച്ചത്തി വെച്ചോ ഹായ്. അപ്പൊ ഇവര് കോയമ്പത്തൂരിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പൊ ഇവിടെ ബീച്ച് കാണാൻ രക്ഷയൊന്നുമില്ല, പോലീസുകാർ മുട്ടൻ സീനാണെന്നാ പറയണേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഈ മച്ചാന്മാരെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മച്ചാന്മാരോട് നമ്മൾ ടാറ്റ പറഞ്ഞു പോവാണ്. ഇവിടെ അധിക നേരം നിൽക്കാൻ പറ്റില്ല. അപ്പൊ മച്ചാന്മാരെ ടാറ്റ ടാറ്റ വിട്ടേക്ക് ബൈ. അപ്പൊ ഇവിടെ നിന്ന് പെറ്റിയൊക്കെ കിട്ടണ കാരണം നിൽക്കുന്നില്ല, നേരെ പോയേക്കുവാണ്. അപ്പൊ സൺസെറ്റ് ഒന്നും കാണാനുള്ള ഒരു നിർവാഹമൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ തെറിച്ചേക്കുവാണ്. ഹോ മച്ചാമരെ, അപ്പതേ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം മല്ലു ട്രാവലർ ഇവിടെ നമ്മളെ പൊന്നാനിയിൽ നിൽപ്പുണ്ട്. അപ്പം പുള്ളി എന്തോ റൈഡൊക്കെ പോകാനായിട്ടുള്ള പ്ലാനിലൊക്കെയാണെന്ന് അറിഞ്ഞാൽ അല്ലേടാ. വേറൊരു ഇതിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സംസാരിക്കാം. പുള്ളിയുടെ കാര്യങ്ങളായിട്ട് പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് മല്ലു അണ്ണൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ, മച്ചാൻ എന്താ പറയണതെന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ അതേ മല്ലു മച്ചാൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുകയാണ്. ഓക്കെ, അപ്പൊ ഒരു എന്താണ് നമുക്ക് വേണ്ടി ഒരു ഉപദേശം തരാനുള്ളതെന്ന് മച്ചാൻ പറഞ്ഞാൽ കൊള്ളാം നമ്മുടെ ചാനലിനായിട്ട്. വേറെ തുടക്കക്കാരനെന്ന നിലയിൽ വേറെ എന്തെങ്കിലും ഓക്കെ. അപ്പൊ നമ്മുടെ മല്ലു മച്ചാനെ നമ്മൾ കണ്ടേക്കുവാണ്. അപ്പൊ ഒരു ഭയങ്കര സന്തോഷം. ഇത് നമ്മുടെ മല്ലു മച്ചാന്റെ കട്ട ചങ്കാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് പറയാനുള്ളത്? അടിച്ചു പൊടിക്കുക, എല്ലാവരും കയറുക, നോക്കുക, സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എല്ലാം അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ടാറ്റ, രണ്ടുപേർക്കും ടാറ്റ.